നമ്മുടെ പപ്പായ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച പപ്പായ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലുതുമല്ല, എന്നാൽ ഭയങ്കരമായിട്ടുള്ള തിന്നായിട്ടുള്ളതല്ല. നമ്മളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര നൈസായി പോയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അച്ചാർ കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടില്ല, പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ടൈപ്പായി പോകും. അപ്പോൾ നമുക്ക് മാങ്ങാച്ചാറൊക്കെ പറഞ്ഞാൽ നല്ല ക്രിസ്പിയോട് കൂടെ കഴിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്യായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറിൽ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത് കഴുകിയെടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പപ്പായ തൊലി കളയുന്ന സമയത്ത് കഴുകിയെടുക്കുക. അതെല്ലാം മുറിച്ചിട്ടാണ് കഴുകുന്നതെന്നുണ്ടെങ്കിൽ കഴുകിയതിന് ശേഷം നന്നായിട്ട് ഊറ്റിയെടുക്കണം, വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പപ്പായാണ്. കറക്റ്റ് അളവ് ഗ്രാം പറയുകയാണെങ്കിൽ ഒരു 500 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്കിത് നല്ലെണ്ണയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചെയ്യാം കേട്ടോ. ശരിക്കും നല്ലെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ എപ്പോഴും നല്ലത് അച്ചാറിനൊക്കെ നല്ലെണ്ണ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് 1/2 കിലോനല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലാണ് ചെയ്യുന്നത്. പിന്നെ ഓയിൽ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ, നമുക്ക് കുറെ നാളത്തേക്ക് അച്ചാർ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ അച്ചാറിൽ ഏത് അച്ചാറാണെങ്കിലും നമുക്ക് കുറച്ച് ഓയിൽ കൂടുതൽ എടുക്കണം. അതായത് നല്ലെണ്ണയുടെ അളവ് കൂടുതൽ എടുക്കണം. അതല്ല കുറച്ച് അളവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പലൊക്കെ വന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്താണ് വെക്കുന്നത് എന്നുണ്ടെങ്കിലും ഓയിൽ കൂടുതൽ എടുക്കണം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ചൂടാറി തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇത്തിരി ഓയിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ഒരു 4-5 പച്ചമുളക്. പച്ചമുളകിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് എന്തായാലും കിട്ടും. ഇപ്പൊ ഇവിടെ ലുലു ഹൈപ്പറിൽ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട്, പക്ഷെ ഇപ്പൊ നോക്കിയ സമയത്ത് കുറച്ചായിട്ട് കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എടുത്തോളൂ. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുത്തത് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ആ സമയത്താണ് നമ്മൾ ഇതിലേക്കുള്ള മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങൾ അച്ചാർ പൊടി ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മൊത്തം 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ ഈ ഒരു 500 ഗ്രാം പപ്പായയിലേക്ക് അതിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി കരിയാതിരിക്കാൻ വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കിയാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മുളക് പൊടി കരിയാൻ പാടില്ല. അപ്പൊ ഇതിലേക്കുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും നന്നായിട്ട് വഴന്ന് വന്നിട്ടില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ചെറിയ ചൂടിൽ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കരിയാതെ ശ്രദ്ധിക്കും വേണം. ഈ അച്ചാറിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ കടുക് കൂടെ കൂട്ടി പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ചുള്ളത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവ് കുറയ്ക്കാട്ടോ. ശരിക്കും ഇതിന്റെ ആവശ്യം വരില്ല ആ സമയം അങ്ങനെയാണെങ്കിൽ. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കാം. പപ്പായ ചേർത്ത് കഴിഞ്ഞ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അതിന്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക, എന്നിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വേണ്ടി വരും, നോക്കി തന്നെ ചേർക്കുക. ഇതിലേക്ക് ഇനിയൊരു 6 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് വേറെ തിളപ്പിച്ചാറിയ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, പപ്പായ ആയതുകൊണ്ട് തന്നെ. ഇപ്പം നമ്മൾ മാങ്ങ ചെറുനാരങ്ങയൊക്കെ അച്ചാറിടുന്ന സമയത്താണെങ്കിൽ ഇത്രയ്ക്കൊന്നും വിനാഗിരി ചിലപ്പോൾ വേണ്ടി വരില്ല. അത്യാവശ്യം പുളിയുള്ള സാധനങ്ങളാണല്ലോ. പപ്പായക്ക് പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. വിനാഗിരി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി വഴറ്റിയെടുത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഈ ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഒരു മധുരം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ശർക്കരയുടെ അളവ് കൂടാൻ പാടില്ല. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ 1 മിനിറ്റ് അങ്ങ് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ കായപ്പൊടി അതുപോലെ തന്നെ ഉലുവ കടുക് പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പപ്പായ അച്ചാർ റെഡി.
ഇനിയിപ്പോൾ അത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കായം അതുപോലെ തന്നെ ഉലുവ പൊടിയൊക്കെ ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു 1/2 ടീസ്പൂൺ എനിക്ക് ഇതിലേക്ക് കറക്റ്റ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ വിനാഗിരി ചേർക്കാം. പക്ഷേ ഈ ഒരു ഗ്രേവി മതിയാവും, കാരണം ഈ പപ്പായ ഇരിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കൂടെ ഗ്രേവി ആയിക്കോളും. അപ്പോൾ നമ്മുടെ പപ്പായ അച്ചാർ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ശരിക്കും ഇത് തണുത്ത് ചൂടാറി തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നല്ലൊരു കുപ്പിയിൽ ഇട്ട് വെക്കേണ്ടത്. കുപ്പി എടുക്കുന്ന സമയത്ത് നല്ല വെള്ളമൊന്നും ഇല്ലാതെ നല്ല പൊട്ടുന്ന ഒരു ചില്ലിൻ്റെ കുപ്പിയിലായിരിക്കും ഏറ്റവും നല്ലത് അച്ചാർ ഇട്ട് വെക്കാനായിട്ട്. ആ സമയത്ത് നിങ്ങൾക്കൊരു ഇത്തിരി കൂടെ വിനാഗിരി ഇത്തിരി കൂടെ ഉപ്പൊക്കെ വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് വിനാഗിരി തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ അച്ചാറൊക്കെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഇൻ കേസ് കുറച്ച് മുളക് പൊടിയൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ അച്ചാറിലല്ല ഏതിലാണെങ്കിലും നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി നമുക്ക് ആവശ്യത്തിനുള്ളതിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ അച്ചാറിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ മുളക് പൊടി നന്നായി കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ അച്ചാറൊക്കെ എപ്പോഴും എടുത്ത് വെക്കുന്ന സമയത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ തന്നെ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ദിവസമൊക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ ഇങ്ങനെ എടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒരു 1-2 ടീസ്പൂൺ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പൂപ്പിലൊന്നും വരാതെ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പപ്പായൊക്കെ ആവുന്ന സമയത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കാരണം ആ ഒരു ക്രിസ്പി പോവാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ മാങ്ങാച്ചാറൊക്കെ പോലെ തന്നെയുള്ള നല്ലൊരു അച്ചാർ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.